പി കെ ഫിറോസിനെതിരെ യൂത്ത് ലീഗിൽ പടയൊരുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നീക്കം നടത്തുന്നത്. സംഘടനയെ മറയാക്കി ഫിറോസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് വിമർശനം. ആരോപണങ്ങൾ തുടരുമ്പോഴും ഫിറോസിന് പ്രതിരോധം തീർക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് ലീഗ് നേതൃത്വം. പി കെ ഫിറോസിനെതിരായി കെ ടി ജലീലിന് തെളിവുകൾ ലഭിക്കാൻ കാരണമായത് യൂത്ത് ലീഗിലെ ഭിന്നതയാണെന്നാണ് വിവരം. ലീഗിൽ നിന്ന് തന്നെയാണ് തനിക്ക് രേഖകൾ ലഭിക്കുന്നതെന്ന് ജലീൽ നേരത്തെ സമ്മതിച്ചിരുന്നു. ഇത് ഫിറോസിനെ ഉന്നമിട്ട് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന. 2021 താനൂരിൽ പരാജയപ്പെട്ട ഫിറോസിനെ യൂത്ത് ലീഗ് പ്രതിനിധിയായി വീണ്ടും നിയമസഭയിലേക്ക് പരിഗണിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഫിറോസ് സംഘടനയെ മറയാക്കി വ്യാപക സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് വിമർശനം. അതേസമയം ജലീലിന്റെ ആരോപണങ്ങളിൽ സംരക്ഷണമൊരുക്കാൻ ലീഗിലെ മറ്റു നേതാക്കൾ തയ്യാറാവാത്തതോടെ ലീഗിൽ ഒറ്റപ്പെട്ട നിലയിലാണ് പി കെ ഫിറോസ്. കെ ടി ജലീലിനെതിരെ സാധാരണ ആഞ്ഞടിക്കുന്ന കെ എം ഷാജിയുടെ പ്രതികരണം അത് അടിവരയിടുന്നു. അവർ രണ്ടുപേര് തന്നെ തീർക്കാവുന്ന ഒരു കേസിനകത്ത് നമ്മൾ അത് മതി എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഇവിടുത്തെ മീഡിയാസും നമ്മളും ഈ എഫേർട്ടും അത് പോരാ. കാരണം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നമല്ല. മലയാളം സർവകലാശാല ഭൂമി വിവാദം ചർച്ചയാക്കാൻ ഫിറോസ് വീണ്ടും ശ്രമിച്ചെങ്കിലും നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കെ ടി ജലീൽ വെല്ലുവിളിച്ചതോടെ ഇതുവരെ പ്രതികരിക്കാൻ ലീഗ് നേതാക്കൾ തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ, തിരൂർ.